ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിലെ 4ാമത്തെ യൂണിറ്റിലെ 2ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള വാക്ക് എലോൺ എന്ന് പറഞ്ഞിട്ടുള്ള കവിതയുടെ അപ്രിസിയേഷനാണ്. നമുക്ക് നേരെ അപ്രിസിയേഷനിലേക്ക് പോവാം. ദ പോം വാക്ക് എലോൺ റിട്ടൺ ബൈ ഫേമസ് ഇന്ത്യൻ പോയറ്റ് ആൻഡ് ആർട്ടിസ്റ്റ് രവീന്ദ്രനാഥ ടാഗോർ. അപ്പോൾ ഈ വാക്ക് എലോൺ എന്ന് പറഞ്ഞിട്ടുള്ള കവിത എഴുതിയിട്ടുള്ളത് ഇന്ത്യയിലെ പ്രശസ്തനായിട്ടുള്ള കവിയും അതുപോലെ ആർട്ടിസ്റ്റുമായിട്ടുള്ള രവീന്ദ്രനാഥ ടാഗോറാണ്. This poem encourages us to stay strong and face challenges bravely. അപ്പം ഈ കവിതയിൽ കൂടെ ഈ കവി പറയുന്നത് എൻകറേജ് അസ് ടു സ്റ്റേ സ്ട്രോങ്. നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ധൈര്യമായിട്ടിരിക്കുക, അല്ലെങ്കിൽ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, വളരെ അതിനെന്ത് ചെയ്യുക, ധൈര്യത്തോടെ നേരിടുക, എന്നിട്ട് എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക എന്നുള്ള കാര്യമാണ്. The poet begins by saying that if others ignore or do not respond to your request or idea, you must have the courage to keep moving forward on your own way. അതുപോലെ തന്നെ ഈ കവിതയിൽ കൂടെ ഈ പോയറ്റ് പറഞ്ഞു വെക്കുന്നത്, അല്ലെങ്കിൽ ഈ കവിതയുടെ തുടക്കത്തിൽ പറയുന്നത്, ഇഫ് അതേഴ്സ് ഇഗ്നോർ ഓർ ഡു നോട്ട് റെസ്പോണ്ട് ടു യുവർ റിക്വസ്റ്റ്. അപ്പം മറ്റുള്ള ആൾക്കാർ നമ്മുടെ ഇഗ്നോർ ചെയ്യാമെന്ന് കരുതാണ്. ഇഗ്നോർ ചെയ്യാന്ന് വെച്ചാൽ അവഗണിക്കുകയാണെന്ന് കരുതുക. അല്ലെങ്കിൽ നമ്മളോട് റെസ്പോണ്ട് ചെയ്യുന്നില്ല, അല്ലേ, നമ്മൾ ഒരു കാര്യം പറയുന്നപ്പം അവരെന്ത് ചെയ്യുന്നില്ല, കേൾക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മളോട് പ്രതികരിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മളോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് കരുതുകയാണ്. യു മസ്റ്റ് ഹാവ് ദ കറേജ് ടു കീപ് മൂവിങ് ഫോർവേഡ് ഓൺ യുവർ ഓൺ വേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ കറേജ് ചെയ്തിട്ട്, അല്ലേ, നമ്മൾ ധൈര്യത്തോടെ എന്ത് ചെയ്യുക, നമ്മൾ മുന്നോട്ട് തന്നെ പോകണം എന്നാണ് പറയുന്നത്. അപ്പം ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികൾ വന്നാലും എന്ത് ചെയ്യണം, നമ്മൾ മുന്നോട്ട് തന്നെ പോകണം. ദെൻ പോയറ്റ് സേസ് ദാറ്റ് ഈവൺ ഇഫ് യു ആർ എലോൺ. പിന്നീട് കവി പറയുന്ന കാര്യം എന്താണ്, നിങ്ങൾ ചിലപ്പോൾ ആ പോകുന്ന വഴിയിൽ നിങ്ങൾ എന്തായിരിക്കും, ഒറ്റയ്ക്കായിരിക്കും, അല്ലേ. എലോൺ മീൻസ് എന്താണ്, ഒറ്റയ്ക്കായിരിക്കും. യു ഷുഡ് കണ്ടിന്യൂ ഓൺ യുവർ പാത്ത്. അങ്ങനെയാണെങ്കിൽ കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പാത്ത്, നിങ്ങളുടെ വഴിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ മുന്നോട്ട് തന്നെ പോവുക എന്നാണ് പറയുന്നത്. വിത്തൗട്ട് ഹെസിറ്റേഷൻ. വിത്തൗട്ട് ഹെസിറ്റേഷൻ എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ ഹെസിറ്റേഷൻ വെച്ചാൽ എന്താണ്, കൺഫ്യൂസ്ഡ് ആവാണ്ട്, അല്ലേ, ആശങ്കയൊന്നും ഇല്ലാണ്ട് എന്ത് ചെയ്യുക, നമ്മൾ തല ഉയർത്തി മുന്നോട്ട് തന്നെ പോകണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് പോയറ്റ് ഒബ്സർവ്സ് ദാറ്റ് പീപ്പിൾ മേ ഇഗ്നോർ യു. പിന്നീട് പോയറ്റ് ഒബ്സർവ് ചെയ്യുന്ന കാര്യം, അല്ലെങ്കിൽ പറയുന്ന കാര്യം എന്താണ്, പീപ്പിൾ മേ ഇഗ്നോർ. പീപ്പിൾ മീൻസ് നമ്മൾ മനുഷ്യന്മാരെന്ത് ചെയ്യും, ചില സമയത്ത് മറ്റു മനുഷ്യന്മാരെ അവഗണിക്കാറുണ്ട്, അല്ലേ. അപ്പം ഇഗ്നോർ മീൻസ് അവഗണിക്കുക എന്നാണ്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ടേൺ അവേ ഓർ ബി ടു ഫിയർഫുൾ ടു സ്റ്റാൻഡ് യു, എസ്പെഷ്യലി ഇഫ് യു ആർ ടേക്കിംഗ് എ റിസ്കി ഓർ ചലഞ്ചിങ് പാത്ത്. പിന്നെ പറഞ്ഞിട്ടുള്ള എന്താണ്, ഇപ്പം ചിലപ്പം നമ്മളെ ചില ആൾക്കാർ എന്ത് ചെയ്യും, നമ്മളെ വഴിയിൽ നിന്ന് മാറി നിൽക്കും, അല്ലെങ്കിൽ നമ്മളോട് എന്ത് ചെയ്യും, നമ്മളെ പേടിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മളോട് സംസാരിക്കാൻ താല്പര്യമില്ലാണ്ട് എന്ത് ചെയ്യും, മാറി നിൽക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ടേക്കിംഗ് എ റിസ്കി ഓർ ചലഞ്ചിങ് പാത്ത്. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ചലഞ്ച് ചെയ്തിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ വഴിയിൽ തന്നെ എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക. ആരെന്തൊക്കെ പറഞ്ഞാലും, ആര് നമ്മളെ എന്താണ് അവഗണിച്ചാലും നമ്മൾ മുന്നോട്ട് തന്നെ പോകണമെന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. In the second stanza, poet uses a imagery of walking alone on a dark road, symbolizes the challenges and uncertainties of life. ഈ കവിതയിലെ 2ാമത്തെ സ്റ്റാൻസയിൽ പോയറ്റ് ഒരുപാട് ഇമേജറികൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് വാക്കിംഗ് എലോൺ ഓൺ എ ഡാർക്ക് റോഡ്. അപ്പം ആ ഒരു കവിതയിലെ ആ ഒരു വരിയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പം വാക്കിംഗ് എലോൺ ഓൺ എ ഡാർക്ക് റോഡ് എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ജീവിതത്തിലെ പ്രതിസന്ധികളെയാണ് ഇവിടെ ഡാർക്ക് റോഡ് എന്നുകൊണ്ട് അർത്ഥമാക്കിയിട്ടുള്ളത്. അപ്പം നമ്മൾ ഏത് പ്രതിസന്ധികളിൽ പെട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഒറ്റയ്ക്ക് തന്നെ എന്ത് ചെയ്യുക, അതിനെ തരണം ചെയ്യുക, അല്ലെങ്കിൽ മുന്നോട്ട് പോകണം എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സിംബലൈസസ് ദ ചലഞ്ചസ് ആൻഡ് അൺസർട്ടനിറ്റീസ് ഓഫ് ലൈഫ്. ബിസൈഡ്സ് ദ ഫ്രേസ് ടേൺ ഓൺ യുവർ പാത്ത്. പിന്നീട് ഒരു അടുത്ത അവിടെ ഒരു ലൈനിൽ പറയുന്നുണ്ട് ടേൺ ഇൻ യുവർ പാത്ത്. അതും ഇവിടെ ഒരു സിംബലൈസ് ചെയ്തിട്ടാണ് പറയുന്നത്. ടേൺ എന്ന് വെച്ചാൽ മുള്ളാണ്, പാത്ത് എന്ന് വെച്ചാൽ വഴികളാണ്, അല്ലേ. നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്ന വഴികളിലൊക്കെ എന്തുണ്ടാവും, ചിലപ്പം മുള്ളുകൾ ഉണ്ടാവും, എന്ന് വെച്ചാൽ പ്രതിസന്ധികൾ ഉണ്ടാവും, പ്രശ്നങ്ങൾ ഉണ്ടാവും. റെപ്രസെൻറ്റ് ദ ഒബ്സ്റ്റാക്കിൾസ് ഓഫ് ലൈഫ്. അപ്പം അതിവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്ന എന്താണ്, ജീവിതത്തിലെ ഒബ്സ്റ്റാക്കിളാണ്. ഒബ്സ്റ്റാക്കിൾ എന്ന് വെച്ചാൽ ഈ ബുദ്ധിമുട്ടുകളെയാണ്, തടസ്സങ്ങളെയാണ് ഇവിടെ ഒബ്സ്റ്റാക്കിൾസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. The third stanza of the poem describes stormy raining night where everywhere else
സീക്സ് കംഫർട്ട് ബിഹൈൻഡ് ക്ലോസ്ഡ് ഡോർസ്. അപ്പോൾ ഈ കവിതയിലെ മൂന്നാമത്തെ സ്റ്റാൻസ പറയുന്നത്, ഇപ്പം ഈ സ്റ്റോമി റെയിനി നൈറ്റ് എന്ന് വെച്ചാൽ നമ്മൾ എന്താണ് ഈ പോകുന്ന വഴികളിലൊക്കെ എന്താണോ ഈ പറഞ്ഞിട്ടുള്ള കലുഷിതമായിട്ടുള്ള അല്ലേ കാലാവസ്ഥ. അവിടെ സ്റ്റോമി നൈറ്റ് എന്ന് വെച്ചാൽ ഇടിയും മിന്നലും ഒക്കെ ഉണ്ടാവും അല്ലേ, എന്നതുകൊണ്ട് അർത്ഥമാക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും, പ്രോബ്ലംസ് ഉണ്ടാവുന്നതാണ്. അപ്പം ആ സമയത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് പല ആൾക്കാരും കംഫർട്ടായിട്ട് അവിടെ ഡോറ് ക്ലോസ് ചെയ്തിട്ട് ഇരിക്കുന്നുണ്ടാവും. എന്ന് വെച്ചാൽ പല ആൾക്കാരും അവരുടെ രീതിയിൽ എന്ത് ചെയ്യും, ജീവിക്കുന്നുണ്ടാവും. പക്ഷെങ്കിൽ നമ്മൾ ആ സമയത്ത് എന്ത് ചെയ്യും, സ്ട്രഗിൾ ചെയ്യുകയായിരിക്കും എന്നാണ്. ദിസ് റിഫ്ലെക്ട്സ് ഐസൊലേറ്റിംഗ് നേച്ചർ ഓഫ് ടഫ് ടൈംസ്. ഇത് ഇവിടെ പറയുന്നത് എന്താണ്, നമ്മുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടേറിയ കാലമാണ്. ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുള്ള സമയത്ത് മറ്റുള്ള ആൾക്കാരൊക്കെ എന്തായിരിക്കും, സേഫ് ആയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടായിരിക്കാം. വെൻ പീപ്പിൾ മേ നോട്ട് ഓഫർ എ സപ്പോർട്ട്. ആ സമയത്ത് ഈ സേഫ് ആയിട്ടിരിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവില്ല, സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവില്ല. ഹൗ എവർ, എന്നിരുന്നാലും ഇൻസ്റ്റെഡ് ഓഫ് സക്കംബിങ് ടു ഡെസ്പെയർ, അങ്ങനെ ഇരുന്നാൽ നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മൾ ഡെസ്പാവരുത് അല്ലേ, നമ്മൾ നിരാശരാകരുത് അല്ലേ. നമ്മൾ എന്ത് ചെയ്യുക, നിരാശരാവേണ്ട എന്ത് ചെയ്യണം, ദ എൻകറേജസ് ദ റീഡർ. അപ്പം നമ്മൾ നിരാശരാവേണ്ടത് ചെയ്യണം, നമ്മൾ മുന്നോട്ട് തന്നെ പോവുക. ദ എൻകറേജസ് ദ റീഡർ ടു സെറ്റ് ദെയർ ഹാർട്ട് ഓൺ ഫയർ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, വളരെ ധൈര്യം എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഹൃദയത്തിൽ എന്ത് ചെയ്യുക, ഒരു തീ ഉണ്ടാക്കുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഫയറായിട്ട് മാറിയിട്ടില്ലേ, നമ്മൾ എന്ത് ചെയ്യുക, വളരെ ഊർജ്ജത്തോടെ നമ്മൾ എന്ത് ചെയ്യുക, മുന്നോട്ട് തന്നെ പോവുക. ആൻഡ് ഷൈൻ എലോൺ, നമ്മൾ എന്ത് ചെയ്യുക, ഷൈൻ എലോൺ വെച്ചാൽ നമ്മൾ ഒറ്റയ്ക്ക് തന്നെ എന്ത് ചെയ്യുക, ജ്വലിക്കുക അല്ലേ. നമ്മൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ബാക്കി നമ്മളെ തള്ളിപ്പറഞ്ഞ ആൾക്കാരും നമ്മളെ അവഗണിച്ച ആൾക്കാരും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും അല്ലേ. അവരൊക്കെ നമ്മൾ എന്ത് ചെയ്യും, മനസ്സിലാക്കും അല്ലേ. നമ്മൾ സക്സസ്സിൽ എത്തുന്ന സമയത്താണ് നമ്മുടെ കൂടെ എന്ത് ചെയ്യുക, അവരൊക്കെ നമ്മളെ മനസ്സിലാക്കുകയും നമ്മുടെ കൂടെ ഉണ്ടാവുക എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്.